students, welcome back to Learnino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രീവിയസ് വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഡിഫറൻസിയേഷൻ റൂൾസും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സും ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ് us start. Differentiation rules ഇത് already നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. Let us revise it all. If f of x is equal to c, then df by dx is equal to d by dx of c, which is equal to 0. Okay, അതായത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫംഗ്ഷൻ that depends upon x ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെങ്കിൽ then its derivative will be 0. Next, പവർ റൂൾ, അതായത് x raised to n, nth പവർ ഓഫ് x ആണ്, അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് that power into x raised to power minus 1, n into x raised to n minus 1. കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ റൂൾ, അതായത് d by dx of c into u. അപ്പോൾ നമ്മൾ ഒരു കോൺസ്റ്റന്റ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്, then take the constant outside, കാരണം നമുക്ക് ആ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റിനെ ബാധിക്കുന്നില്ല. സോ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട്സൈഡ്, then differentiate the function, അതായത് du by dx, c into du by dx. Next one, derivative sum rule, d by dx of u plus v. Okay, അപ്പോൾ ജസ്റ്റ് ആ ഡിഫറൻസിയേഷൻ നമ്മൾ ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഓവർ ദ സം, du by dx plus dv by dx. Next one, exponential function the derivative d by dx of e raised to x. This is the same as e raised to x. So suppose e raised to ax ന്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ ആ a എന്ന് പറയുന്ന ടേം കോഎഫിഷ്യന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം e raised to x എഴുതാൻ. മനസ്സിലായല്ലോ? e raised to x ന്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ്, പക്ഷെ പവർ x മാത്രമല്ലല്ലോ, ax ആണ്. സോ അതിന്റെ ഡെറിവേറ്റീവ് കാണുക, അത് എന്നിട്ട് നമ്മൾ ഇതുപോലെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതും. നെക്സ്റ്റ് വൺ, പ്രോഡക്റ്റ് റൂൾ, d by dx of u into v is equal to, അതായത് പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ്. ഇത് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. u ഇൻറ്റു dv by dx പ്ലസ് v ഇൻറ്റു du by dx. ലാസ്റ്റ് വൺ, കോഷ്യൻ റൂൾ. അപ്പോൾ u by v ഫോമിൽ, കോഷ്യൻ ഫോമിൽ വന്നു കഴിഞ്ഞാൽ v ഇൻറ്റു du by dx മൈനസ് u ഇൻറ്റു dv by dx ഡിവൈഡ് ബൈ v സ്ക്വയർ. ഇത് ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഡിനോമിനേറ്റർ. നെക്സ്റ്റ് ടോപ്പിക്, സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. സോ ആ ടേം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, du by dx അല്ലെങ്കിൽ dv by dx അല്ലെങ്കിൽ df by dx. സോ നമ്മളൊരു ഫംഗ്ഷന് ഓൺലി വൺസ് വി ആർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എ വേരിയബിൾ അല്ലെ. അപ്പോൾ അതിനെ വൺസ് മോർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. എഗെയിൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ്. സോ ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. അപ്പോൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മളിപ്പോൾ nth ഓർഡർ ഡെറിവേറ്റീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ n ക്യാൻ ബി എനി വാല്യൂ, n ക്യാൻ ബി 5 or 6 or whatever it is. അപ്പോൾ നമുക്ക് അതനുസരിച്ച് അത്രയും തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷന്റെ വാല്യൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് സെക്കൻഡ് ആൻഡ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. ഇഫ് y is equal to f of x is a differentiable function, then its derivative f dash of x. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഡിഫറൻസിയേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു പവറിൽ ഡാഷ് എന്ന് പറഞ്ഞിട്ട് നൊട്ടേഷൻ യൂസ് ചെയ്യാറുണ്ട്. f dash of x, it means it is the derivative of f with respect to x. Okay, അപ്പോൾ ജനറൽ നൊട്ടേഷൻ ആണ് with respect to x. അപ്പോൾ f dash of x എന്ന് പറയുന്നത് എന്താ, df by dx ആണ്. അപ്പോൾ f of x എന്ന് പറയുന്നത് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ f dash of x ഉം എന്തായിരിക്കും, ഒരു ഫംഗ്ഷൻ തന്നെയാണ് അല്ലേ. സിമിലർലി f ഡാഷും എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ തന്നെയായിരിക്കും. അതുപോലെ വൺസ് മോർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് f ഡബിൾ ഡാഷ്, ഇറ്റ് വിൽ ഓൾസോ ബി ഡിഫറൻഷ്യബിൾ ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഓരോ തവണയും കിട്ടുന്ന ആ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഫംഗ്ഷൻ തന്നെയായിരിക്കും. അഗെയിൻ ഇറ്റ് ക്യാൻ ബി ഡിഫറൻഷിയേറ്റഡ് അഗെയിൻ അല്ലെ. ഇപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് സപ്പോസ് ചിലപ്പോൾ 2 ടൈംസ് ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഫെർദർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചിലപ്പോൾ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, അപ്പോൾ ഇനി ഫെർദർ ഡെറിവേറ്റീവ് കണ്ടാൽ നമുക്ക് 0 കിട്ടും. അങ്ങനെയൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫംഗ്ഷൻ, ബട്ട് ഡിഫറൻഷ്യബിൾ ആണ്. ക്ലിയർ ആയല്ലോ? സോ നമ്മൾ ജനറൽ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് y raised to n is equal to d by dx of
y raised to n minus 1. ഈ y raised to n ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ y dash, y double dash, y triple dash, etc. അല്ലേ? അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? y dash is the first derivative of y double dash is the second derivative of y and it goes on. അപ്പോൾ y raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? nth derivative of y ആണ്. ക്ലിയർ ആയല്ലോ? nth derivative of y. അപ്പോൾ d by dx of y raised to n minus 1. ഓക്കെ, അതായത് nth derivative of y നമ്മൾ ഉദ്ദേശിക്കുന്നത് d raised to n y by dx raised to n and it can be denoted as capital D raised to n of y. ഈ ക്യാപിറ്റൽ D ഉദ്ദേശിക്കുന്നത് d by dx ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ആ ഓപ്പറേറ്ററിനെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവ്സ് ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർഡർ ആദ്യം ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക വൺസ്, ദെൻ ഡു ഇറ്റ് വൺസ് മോർ. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഫസ്റ്റ് വൺ y is equal to 4/3 x cube minus x plus 2 e raised to x. So differentiate it once with respect to x. അതായത് dy by dx കാണാം. സോ ഓരോ ടേംസിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ 4/3 എക്സ് ക്യൂബിൻ്റെ എന്താ വരിക? 4/3 കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 3x² അല്ലേ? എക്സ് റേസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. സോ എക്സ് ക്യൂബിൻ്റെ എന്താ വരിക? 3 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 ദാറ്റ് ഇസ് 3 ഇൻറ്റു x². ദെൻ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ് അല്ലേ? അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എഴുതുക, മൈനസ് 1 ഉണ്ട്, ദെൻ പ്ലസ് 2 ഇ റേസ് ടു എക്സ് അങ്ങനെ തന്നെ വരും അല്ലെ? ഇ റേസ് ടു എക്സ് മാത്രമേ ഉള്ളൂ. ഇഫ് ഇറ്റ് ഇസ് ദ പവർ അതർ ദാൻ എക്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോഎഫിഷ്യൻ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ മറക്കരുത്. സോ y ഡാഷ് ഇസ് ഈക്വൽ ടു ഈ 3യും 3യും ക്യാൻസലായി. അപ്പോൾ 4x² മൈനസ് 1 പ്ലസ് 2 ഇ റേസ് ടു എക്സ്. ക്ലിയർ ആയല്ലോ? ഇതാണ് നമുക്ക് y ഡാഷ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിനെ വൺസ് മോർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിൽ ഗെറ്റ് y ഡബിൾ ഡാഷ്. അപ്പോൾ കിട്ടിയിരിക്കുന്ന ഓരോ ടേംസിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. 4 ഇൻറ്റു x² പറയുന്നത് 4 ഇൻറ്റു 2x മൈനസ് 1. മൈനസ് 1 പറയുമ്പോൾ 1ൻ്റെ 0 ആയി പോകും അല്ലേ? ആ ടേം 0 ആയി പോകും. പ്ലസ് 2 ഇ റേസ് ടു എക്സ് അങ്ങനെ തന്നെ വരും അല്ലേ? സോ ഈ ടേം ക്യാൻസൽ ആവും. അപ്പോൾ 4 ഇൻറ്റു 2 പറയുന്നത് 8 ആണ്. അപ്പോൾ 8x പ്ലസ് 2 ഇ റേസ് ടു എക്സ് ഇതാണ് y ഡബിൾ ഡാഷ്. നെക്സ്റ്റ് പ്രോബ്ലം s equal to minus 2t raised to minus 1 plus 4 divided by t square. സോ എസ് തന്നിരിക്കുന്നത് മൈനസ് 2t raised to minus 1 പ്ലസ് 4 ഇൻറ്റു ഈ ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയറിനെ നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുമ്പോൾ ടി റേസ് ടു ആ പവർ ജസ്റ്റ് മൈനസ് ആക്കാം. അപ്പോൾ ടി റേസ് ടു മൈനസ് 2 എന്ന് എഴുതാം. ഇനി നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എസ് ഡാഷ് അല്ലേ? അപ്പോൾ ഇതേപോലെ ഡിവൈഡഡ് ബൈ ടി ടേംസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മൾ ഇതേപോലെ ന്യൂമറേറ്ററിൽ എഴുതിയിട്ട് നിങ്ങൾ പവർ ജസ്റ്റ് ഒന്ന് നെഗറ്റീവ് ആയിട്ട് എഴുതിയാൽ മതി. എസ് ഡാഷ് എന്ന് പറയുമ്പോൾ ഓരോ ടേംസിനെയും വിത്ത് റെസ്പെക്ട് ടു ടി, കാരണം ഇവിടെ എസ് ഓഫ് ടി ആണ് അല്ലേ? ടീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എല്ലാ തവണയും എക്സിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യണമെന്നില്ല, പല രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇവിടെ ടി ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ മൈനസ് 2 കോൺസ്റ്റന്റ് മാറ്റി എഴുതി. ടി റേസ് ടു മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 1 ഇൻറ്റു ടി റേസ് ടു മൈനസ് 1 മൈനസ് 1, അതായത് മൈനസ് ടി റേസ് ടു മൈനസ് 2. ക്ലിയർ ആയല്ലോ? അതാണ് മൈനസ് ടി റേസ് ടു മൈനസ് 2 പ്ലസ് 4 ഇൻറ്റു ആ 4 മാറ്റി എഴുതുക. ടി റേസ് ടു മൈനസ് 2ൻ്റെ എന്ത് വരും? മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു മൈനസ് 3. ഓക്കെ, ഇനി ഇതേപോലെ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാം. നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ടേംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് എഴുതാം. സോ മൈനസ് ഓഫ് മൈനസസ് പ്ലസ്, അപ്പോൾ 2t raised to minus 2, then ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് 8t raised to minus 3. ഇനി ഇതിനെ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എസ് ഡബിൾ ഡാഷ് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു പവർ എന്താ? മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു മൈനസ് 3 മൈനസ് 8 ഇൻറ്റു ടി റേസ് ടു മൈനസ് 3യുടെ മൈനസ് 3 ടി റേസ് ടു മൈനസ് 4. ക്ലിയർ ആയല്ലോ? എന്നിട്ട് മൈനസ് 4 ടി റേസ് ടു മൈനസ് 3, ദെൻ മൈനസ് 8 ഇൻറ്റു മൈനസ് 3 എന്ന് പറയുന്നത് പ്ലസ് 24 വരും, ടി റേസ് ടു മൈനസ് 1. ഇതാണ് ആൻസർ, അതായത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ഗിവൺ ബിലോ. ഫസ്റ്റ് വൺ, u is equal to x square plus x into x square minus x plus 1 by x raised to 4.
അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ എക്സ് കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുക്കാം. കാരണം ഡിനോമിനേറ്ററിൽ എക്സ് റേസ് ടു 4 ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു എക്സ് അങ്ങനെ ക്യാൻസൽ ചെയ്യാം അല്ലേ, എക്സ് ക്യൂബ് കിട്ടും. അപ്പോൾ എപ്പോഴും സിംപ്ലിഫൈഡ് ഫോമിൽ ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ബട്ട് എപ്പോഴും സിംപ്ലിഫൈഡ് ഫോമിൽ ആക്കിയിട്ട് ഇതേപോലെ എന്തെങ്കിലും ടേംസ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഡിഫറൻസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ u is equal to x plus 1 into x square minus x plus 1 by x cube. ഇനി നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണണം. അതായത് u dash is equal to നമ്മൾ സാധാരണ u by v ഫോം ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ f by g ഫോം ചെയ്യുന്ന പോലെ ഇവിടെ ഓൾറെഡി u ഉണ്ട്, സോ അത് ഞാൻ കൺസിഡർ ചെയ്യില്ല. f by g ഫോം നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ d by dx of f by g വരുമ്പോൾ എന്ത് ചെയ്യണം? g into f dash minus f into g dash divided by g square അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ അതായത് x cube into ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, മനസ്സിലായോ? ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ന്യൂമറേറ്റർ തന്നെ ഒരു പ്രോഡക്റ്റ് ഓഫ് ടു ടേംസ് ആണ് അല്ലേ, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ നമ്മളിവിടെ എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ അപ്ലൈങ് ദ കോഷ്യൻ റൂൾ, അതിൽ തന്നെ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ എക്സ് പ്ലസ് 1 ഒരു ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതായത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 എന്താ? അതിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 1 ആണ്. പ്ലസ് ഇനി സെക്കൻഡ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അത് 1 ആണ് അല്ലേ. ഇനി ഡിവൈഡഡ് ബൈ ജി സ്ക്വയർ, അതായത് ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, അപ്പോൾ എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ടേംസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ ഒരു എക്സ് ക്യൂബും ക്യാൻസൽ ആവും. അപ്പോൾ എക്സ് ക്യൂബ് മാത്രമായിരിക്കും ഡിനോമിനേറ്ററിൽ വരിക. എക്സ് പ്ലസ് 1 ഇൻറ്റു 2x മൈനസ് 1 പ്ലസ് ഇതുപോലെ ഈ ടേം ഇൻറ്റു 1 എന്നുള്ളത് ആ സെയിം ടേം തന്നെ എഴുതാം. ക്ലിയർ ആയി? എന്നിട്ട് ആ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം. ന്യൂമറേറ്ററിൽ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇതേപോലെ എന്തെങ്കിലും ടേംസ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യാം. സോ ഇവിടെ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തപ്പോൾ 2x സ്ക്വയർ പ്ലസ് 2x മൈനസ് എക്സ് മൈനസ് 1 പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1. അപ്പോൾ ഇവിടെ ക്യാൻസൽ ആവുന്ന ടേംസ് ഏതൊക്കെയാണ്? 2xും പിന്നെ മൈനസ് എക്സും മൈനസ് എക്സും എന്താ? മൈനസ് 2x ആണ് അല്ലേ, മൈനസ് 2x ആണ്. അപ്പോൾ ആ 2xും മൈനസ് 2xും ക്യാൻസൽ ആയി. ക്ലിയർ ആയല്ലോ? ദെൻ മൈനസ് 1ഉം പ്ലസ് 1ഉം, ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട് പ്ലസ് 1 ഉണ്ട്, അതും ക്യാൻസൽ ആയി. ഇവിടെ സോ ഫൈനലി എക്സിസ്റ്റ് ചെയ്യുന്ന ടേം എന്ന് പറയുന്നത് 2x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അതായത് 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ക്ലിയർ ആയല്ലോ? എക്സ് സ്ക്വയർ എക്സ് ക്യൂബും ക്യാൻസൽ ചെയ്ത് എക്സ് മാത്രം വരും. സോ 3/x ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് തന്നെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ഈ ഡിഫറൻസിയേഷൻ റൂൾസും കൂടി അപ്ലൈ ചെയ്യുന്ന രീതിയിലും കൂടി പ്രോബ്ലംസ് ഇൻവോൾവ് ചെയ്തതാണ്. അപ്പോൾ y is equal to next one, y is equal to x square plus 3 into e raised to x divided by 2 e raised to x minus x. അപ്പോൾ നമ്മൾ y dash എന്ന് പറയുന്നത് again g f dash minus f g dash by g square ഫോം ചെയ്യാം. അപ്പോൾ g ഇതാണ്, f ഇതാണ്, 2 e raised to x minus x into derivative of x square plus 3 e raised to x. അതെന്താ വരിക? 2x plus 3 e raised to x minus f into g dash. f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ സെയിം ന്യൂമറേറ്റർ ടേം എഴുതി, എന്നിട്ട് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ 2 e raised to x മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 2 e raised to x മൈനസ് 1. മനസ്സിലായല്ലോ? ഇനി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ എഴുതും. നെക്സ്റ്റ് ഇനി നമ്മൾ ന്യൂമറേറ്ററിലെ എല്ലാ ടേംസും ഇതേപോലെ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് കിട്ടിയ കംപ്ലീറ്റ് ഇലാബറേറ്റഡ് ടേംസ് ആണിത്. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ ഇതിൽ ക്യാൻസൽ ചെയ്യാനുള്ള ടേംസ് 6 e raised to 2x ക്യാൻസൽ ആവും. ഓക്കെ, ദെൻ 4x e raised to x മൈനസ് 3x e raised to x എന്താവും? x e raised to x കിട്ടും. ഇനി മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്താ വരിക? മൈനസ് എക്സ് സ്ക്വയർ ആണ് വരിക. ദെൻ നെക്സ്റ്റ് വൺ മൈനസ് 2x സ്ക്വയർ e raised to x അങ്ങനെ തന്നെ എഴുതി, ആൻഡ് 3 e raised to x അങ്ങനെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സെയിം ടേം 2 e raised to x മൈനസ് എക്സ് ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ജസ്റ്റ് ഒരു നെഗറ്റീവ് വാല്യൂ ഔട്ട്സൈഡ് എഴുതിയിട്ട് ജസ്റ്റ് ആ ഹയസ്റ്റ് ഓർഡർ, അതായത് എക്സ് സ്ക്വയറിൻ്റെ ടേം പോസിറ്റീവ് ആവുന്ന പോലെ എഴുതിയെന്ന് മാത്രം. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ തന്നെ എഴുതണം എന്നൊന്നുമില്ല. ജസ്റ്റ് ആ ഹയർ ഓർഡർ
പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് നെഗറ്റീവ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എൻറ്റയർ സൊല്യൂഷൻ എഴുതി എക്സ്പ്രസ് ചെയ്തു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, y is equal to 1 plus x square into x raised to 3 by 4 minus x raised to minus 3. ഓക്കെ, അപ്പോൾ നമുക്ക് y dash ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ y is equal to 1 plus x square into നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അതേപോലെ എഴുതുക. ദെൻ y dash എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ f ഇൻറ്റു ജി ഡാഷ് പ്ലസ് ജി ഇൻറ്റു എഫ് ഡാഷ് ഫോം പോലെ, അല്ലെങ്കിൽ u ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്, ആ ഒരു ഫോം. അപ്പോൾ 1 plus x square into സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, x raised to 3 by 4ന്റെ 3 by 4 x raised to 3 by 4 minus 1. 3 by 4 minus 1 എന്ന് പറയുന്നത് minus 1 by 4 ആണ്, മനസ്സിലായോ. അപ്പോൾ 3 by 4 x raised to minus 1 by 4 കിട്ടും. ദെൻ മൈനസ് x raised to minus 3യുടെ എന്താ വരിക, മൈനസ് ഓൾറെഡി ഉണ്ട്, മൈനസ് 3 ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 4 വരും അല്ലേ. മൈനസ് 3 മൈനസ് 1 മൈനസ് 4 ആണ്. അപ്പോൾ ഈ മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ പ്ലസ് 3 എക്സ് റേസ് ടു മൈനസ് 4 കിട്ടും. ക്ലിയർ ആയല്ലോ. ദെൻ പ്ലസ്, ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് യു ഇൻറ്റു വി ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വി ഇൻറ്റു യു ഡാഷ് ചെയ്യാം. സയൻസ് മാത്രം ശ്രദ്ധിക്കുക. പ്ലസ് ഇതേപോലെ നെക്സ്റ്റ് ടേം ബി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു യു ഡാഷ് 1 plus x square ഡെറിവേറ്റീവ് എന്താ 2x. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ സിമിലർ ടേംസ് പ്രത്യേകിച്ച് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് റൈറ്റ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y is equal to e raised to x into x plus 1 at x equal to 1. അപ്പോൾ സ്പെസിഫിക് വാല്യൂസ് തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് സെക്കൻഡ് ഓർഡർ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല എക്സ് 1 ആവുമ്പോൾ എന്താണ് ആ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഗിവൺ y is equal to e raised to x into x plus 1. അപ്പോൾ y ഡാഷ് എന്ന് പറയുന്നത് എന്താവും, e raised to x into ഡെറിവേറ്റീവ് ഓഫ് x plus 1, അതായത് 1 അല്ല, ഇവിടെ ഒരു 1 ഉണ്ട്, പ്ലസ് ഓൾറെഡി ഇൻറ്റു 1 ആയതുകൊണ്ട് എഴുതിയില്ല എന്നുള്ളൂ, പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് എന്താ, ഇ റേസ് ടു എക്സ് തന്നെ. ഓക്കെ, അപ്പോൾ ഇ റേസ് ടു എക്സ് കോമൺ ഫാക്ടർ ആണ്, അത് ഔട്ട് സൈഡ് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൽ എന്ത് വരും, ഇവിടെ 1 ആണ് വരിക, പ്ലസ് എക്സ് പ്ലസ് 1 അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2 വരും. ക്ലിയർ ആയല്ലോ. ഇ റേസ് ടു എക്സ് പ്ലസ് എക്സ് പ്ലസ് 1 ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന്. ഇ റേസ് ടു എക്സ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാലൻസ് എന്താണുള്ളത് 1 ആണ്, പ്ലസ് എക്സ് പ്ലസ് 1. സോ എക്സ് പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ് കിട്ടും അല്ലേ. സോ ഇ റേസ് ടു എക്സിൻ്റെ എക്സ് പ്ലസ് 2 കിട്ടി. ഇനി വൈ ഡബിൾ ഡാഷ്, ഇപ്പോൾ ഈ കിട്ടിയ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇതേപോലെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് 2 എന്താ 1 തന്നെ വരും, പ്ലസ് എക്സ് പ്ലസ് 2 ഇൻറ്റു ഇ റേസ് ടു എക്സ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കിട്ടും. ഇവിടെ നമുക്ക് എന്ത് വരും, ഇ റേസ് ടു എക്സ് ഔട്ട് സൈഡ് എടുത്താൽ 1 പ്ലസ് എക്സ് പ്ലസ് 2, അപ്പോൾ എക്സ് പ്ലസ് 3 കിട്ടും. മനസ്സിലായോ, ഇ റേസ് ടു എക്സിൻ്റെ എക്സ് പ്ലസ് 3. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അറ്റ് എക്സ് ഈക്വൽ ടു 1 വൈ ഡബിൾ ഡാഷിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട് അല്ലേ. സോ ഇതിൽ എക്സ് ഈക്വൽ ടു 1 കൊടുക്കും. അപ്പോൾ ഇ ഇൻറ്റു 1 പ്ലസ് 3 ദാറ്റ് ഇസ് 4 ഇൻറ്റു ഇ ആണ് ആൻസർ. അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. നെക്സ്റ്റ് വൺ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ്. ഫൈൻഡ് ദ തേർഡ് ഓർഡർ, അതായത് എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ജനറൽ കേസിൽ ജസ്റ്റ് നിങ്ങളടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ മാത്രമേ ചോദിച്ചിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇതേപോലെ എറ്റ് സ്പെസിഫിക് വാല്യൂസ് ചോദിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് ഇ റേസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ് ആണ്. സോ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, ഇ റേസ് ടു എക്സ് പ്ലസ് സൈൻ എക്സിൻ്റെ കോസ് എക്സ് കിട്ടും. അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വി ഗെറ്റ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ്. ഇ റേസ് ടു എക്സ് അങ്ങനെ തന്നെ, കോസ് എക്സിൻ്റെ എന്ത് വരും, മൈനസ് സൈൻ എക്സ് വരും അല്ലേ. നെക്സ്റ്റ് വൺ, അതിനെ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അപ്പോൾ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ്. ഇ റേസ് ടു എക്സ് മൈനസ് സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്, അപ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് കോസ് എക്സ്. ഇനി എക്സ് ഈക്വൽ ടു 0ൽ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയതിൽ എക്സ് ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ ഇ റേസ് ടു 0 മൈനസ് കോസ് 0 വരും. കോസ് 0 1 ആണ്. ഇതേപോലെ എനി നമ്പർ റേസ് ടു 0 1 ആണ്. അപ്പോൾ 1 മൈനസ് 1 വി ഗെറ്റ് ദ ആൻസർ ആസ് 0. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ആക്ച്വലി റേറ്റ് ഓഫ് ചേഞ്ച് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു ഫംഗ്ഷന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ
നമ്മൾ ചേഞ്ച് ഇൻ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പോൾ ഈ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുന്നത് അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വാട്ട് വിൽ ബി ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഫംഗ്ഷൻ. ഓക്കെ, അതാണ് മീനിങ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ഫോർമുലയും നമ്മൾ ഇതേപോലെ ഡി എഫ് ബൈ ഡി എക്സ് ജനറലി പറയുകയാണെങ്കിലും അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് എടുത്ത് പറയുകയാണെങ്കിൽ ഐ മീൻ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. ക്ലിയർ ആയില്ല, ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസ് സപ്പോസ് ഇപ്പോൾ എക്സ് ഈക്വൽ ടു, അതായത് ഓരോ പ്രോബ്ലംസിൽ ഇനി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഞാൻ ക്ലിയർ ആയി പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു സർക്കിളിൻ്റെ കേസ് ആണെങ്കിലും ഇപ്പോൾ ഏരിയ അല്ലെങ്കിൽ ഡയമീറ്റർ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട് അല്ലേ, അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂവിൽ റേറ്റ് ഓഫ് ചേഞ്ച് കാണണമെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ആണ് അവിടെ അപ്ലൈ ചെയ്യുക, യൂസ് ചെയ്യുക. ക്ലിയർ ആയില്ല, ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ സിനാരിയോ, നമുക്ക് ആ ടൈമിൽ എന്താണോ റിക്വയർമെൻറ്റ് അതനുസരിച്ച്. സോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് അറ്റ് എക്സ് നോട്ട്, ഇതാണ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്. എക്സ് നോട്ട് എന്ന് പറയുന്ന പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ലിമിറ്റ് h ടെൻസ് ടു 0 എഫ് ഓഫ്, ശ്രദ്ധിക്കേണ്ടത് എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്, എക്സ് നോട്ട്, ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. f of x naught plus h minus f of x naught divided by h provided the limit exists. Clear ആയല്ലോ? സോ ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് ഫംഗ്ഷൻ ആയിട്ട് പെർട്ടിക്കുലർ വാല്യൂ തന്നെയാണ്, അതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ കേസിൽ ഏരിയ എ എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ഡയമീറ്റർ. നമുക്കറിയാം സർക്കിളിൻ്റെ ഡയമീറ്ററിന് റിലേഷൻഷിപ്പ് എന്താ, എ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ അല്ലേ. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ടൈംസ് സ്ക്വയർ ഓഫ് ദ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൗ ഫാസ്റ്റ് ഡസ് ദ ഏരിയ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ വെൻ ദ ഡയമീറ്റർ ഇസ് 10 മീറ്റർ. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഡി ഇസ് ഈക്വൽ ടു 10 മീറ്റർ അറ്റ് ദിസ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടൈം തന്നെ ആവണം ഒരു ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്നില്ല. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറയുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം, നോർമലി എല്ലാം വിത്ത് റെസ്പെക്ട് ടു ടി, ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി ടി അങ്ങനെ തന്നെ ആവണമെന്നില്ല. നമ്മൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന് വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമ്മൾ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ആ ഒരു വേരിയബിൾ എന്ന് പറയുന്നത് ടൈം തന്നെ ആവണം എന്ന് എപ്പോഴും നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി എനി അതർ വേരിയബിൾ. ഇപ്പം ഇവിടെ ഈ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഡി എ ബൈ ഡി ഡി. മനസ്സിലായോ? ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ at the particular value d is equal to എന്താ തന്നിരിക്കുന്നത്, 10 മീറ്റർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടുത്തെ എക്സ് നോട്ട് എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വാല്യൂ, ദാറ്റ് ഇസ് 10 മീറ്റേഴ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുക, നമുക്ക് ഡി എ ബൈ ഡി ഡി കാണണം അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ എയുടെ എക്സ്പ്രഷൻ എന്താ, പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഓക്കെ, എ ഡാഷ് അല്ലെങ്കിൽ ഡി എ ബൈ ഡി ഡി വിത്ത് റെസ്പെക്ട് ടു ഡി ആണ് കാണുന്നത്. സോ പൈ ബൈ 4 മാറ്റി എഴുതുക ഇൻറ്റു ഡി സ്ക്വയറിൻ്റെ 2d ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ 2 വരും. അപ്പോൾ പൈ ബൈ 2 ഇൻറ്റു ഡി വരും. ക്ലിയർ ആയല്ലോ? ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏറ്റവും പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ്, അതായത് 10 മീറ്റർ ഡയമീറ്റർ ആകുമ്പോൾ എന്താണ് ഏരിയയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ഡി ആണ് ചോദിച്ചിട്ടുള്ളത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി ആസ് 2, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പൈ ബൈ 2 ഇൻറ്റു 10 ചെയ്യാം, 2ഉം 10ഉം ക്യാൻസൽ ചെയ്താൽ 5 കിട്ടും. ഇപ്പോൾ 5 ഇൻറ്റു പൈ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 15.71. ഇനി ആ റേറ്റ് ഓഫ് ചേഞ്ച് യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഡയമീറ്റർ ആണ് നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതണം, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, വേണമെങ്കിൽ ഇതുപോലെ ബ്രേസസിൽ മെൻഷൻ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡയമീറ്ററിൻ്റെ മീറ്റർ ആണ്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്. ക്യാൻസൽ ചെയ്യണ പോലെ അങ്ങനെ കാണിക്കരുത്. എന്താണ് ക്വാണ്ടിറ്റി ആ റേറ്റ് ഓഫ് ചേഞ്ച് കാണിക്കുന്നത്, അത് ന്യൂമറേറ്ററിൽ എന്താണോ അതിൻ്റെ യൂണിറ്റ് മെൻഷൻ ചെയ്യുക, വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ബ്രേസസിൽ മെൻഷൻ ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ യൂണിറ്റും മെൻഷൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ another പ്രോബ്ലം നമുക്ക് നോക്കാം. Calculate the instantaneous rate of change
for the function f of x is equal to 6x cube plus 5x square plus 3x plus 2 at x equal to 1. ഇതാണ് ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ x equal to 1 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ f of x ന്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാണണം. അപ്പോൾ given y is equal to f of x, നമുക്ക് f dash of x കാണണം. ഓരോ ടേംസിനെ സെപ്പറേറ്റ് ആയി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ 6x ക്യൂബിന്റെ 6 into 3x square വരും, that is 18x square. ഓക്കെ, then next one 5x square ന്റെ 5 into 2x, അതായത് 10x വരും. 3x ന്റെ 3 വരും, ബാക്കി 2 into 0 വരും. 18x square plus 10x plus 3. ഇനി x equal to 1 f dash of x ന്റെ വാല്യൂ, അതായത് f dash of x equal to 1, that is f dash of 1 അല്ലേ. അപ്പോൾ f dash of 1 എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ എക്സ്പ്രഷനിൽ x ന് 1 കൊടുക്കുക. സോ 18 plus 10 plus 3, അതെന്താ വാല്യൂ? 31 ആണ് ആൻസർ. അപ്പോൾ x equal to 1 ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന f of x ന്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് at x equal to 1, ആ വാല്യൂ ആണ് 31. ഓക്കെ, ഇനി നമ്മളിപ്പോൾ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് മെൻഷൻ ചെയ്യാറുണ്ട്, വെലോസിറ്റി, ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ഇത് എല്ലാം ശരിക്കും പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എ പർട്ടിക്കുലർ വേരിയബിൾ ആണ്. ഇപ്പോൾ സപ്പോസ് ഡിസ്പ്ലേസ്മെന്റ് പറയുകയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ചേഞ്ച് അതാണ് വെലോസിറ്റി. ഇനി വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് ആക്സിലറേഷൻ. സോ ദീസ് ഓൾ ആർ കണക്റ്റഡ് അല്ലേ. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഇതേപോലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ, ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് അപ്ലൈ ചെയ്യാറുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ആ ക്വാണ്ടിറ്റീസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വെലോസിറ്റി, അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലേ. ഇപ്പോൾ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഓബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് എന്ന് എടുത്ത് പറയുമ്പോൾ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ആണ് സ്പെസിഫിക് ആയി പറയുന്നത്. ഇഫ് എ ബോഡീസ് പൊസിഷൻ at time t is s equal to f of t, then the body's velocity at time t is v of t is equal to ds by dt is equal to limit delta t tends to 0 f of t plus delta t minus f of t by delta t. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ ഇതുപോലെ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പറഞ്ഞത്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. കാരണം നമ്മൾ ഈ വെലോസിറ്റിയും ആക്സിലറേഷനും എല്ലാം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും വാല്യൂസ് കണ്ടുപിടിക്കുന്നതും. അപ്പോൾ ഇവിടെ ടൈം ആണ് വേരിയബിൾ വരിക. ക്ലിയർ ആയല്ലോ. വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതേപോലെ ആ പർട്ടിക്കുലർ ബോഡിയുടെ പൊസിഷൻ അല്ലെ, ബോഡിയുടെ പൊസിഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിന് നമ്മൾ എസ് ആയിട്ട് ഡിനോട്ട് ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പോൾ എസിനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡി എസ് ബൈ ഡി ടി എന്ന് പറയുന്നതാണ് വെലോസിറ്റി വി ഓഫ് ടി. അത് നമ്മൾ ഇതേപോലെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? എക്സിന് പകരം ടി ആണെന്ന് ഓർക്കാം. അപ്പോൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ബൈ ഡെൽറ്റ ടി. നമ്മുടെ സാധാ റേറ്റ് ഓഫ് ചേഞ്ച്, അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഫോർമുല തന്നെയാണ്. എക്സിന് പകരം ടി ആണ് വേരിയബിൾ. നെക്സ്റ്റ് ആക്സിലറേഷൻ. ഈ വെലോസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് ആക്സിലറേഷൻ. ഇഫ് എ ബോഡീസ് പൊസിഷൻ എറ്റ് ടൈം ആസ് യൂഷ്വൽ, അതായത് ബോഡിയുടെ പൊസിഷൻ എസ് ഇക്വൽ ടു എഫ് ഓഫ് ടി ഒരു ഫംഗ്ഷൻ ഓഫ് ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബോഡീസ് ആക്സിലറേഷൻ അറ്റ് ടൈം ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഓഫ് ടി ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എസ് ബൈ ഡി ടി സ്ക്വയർ. ക്ലിയർ ആയല്ലോ. എ ഓഫ് ടി ഇസ് ഈക്വൽ ടു dv by dt is equal to d square s by dt square. അപ്പോൾ നമ്മൾ വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറയാൻ പറ്റും? എസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ 2 ടൈംസ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? സോറി, 2 അല്ല, ഡബിൾ ഡാഷ് ആണ്. അതായത് ഒന്നെങ്കിൽ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? a of t is equal to v dash of t എന്ന് എഴുതാം, അല്ലെങ്കിൽ s double dash of t. ഇത് തന്നെയല്ലേ, ഇത് രണ്ടും സെയിം അല്ലേ. എസിനെ വിത്ത് റെസ്പെക്ട് ടു 1 ചെയ്താൽ നമുക്ക് v of t കിട്ടും, വിനെ വിത്ത് റെസ്പെക്ട് ടു t 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a of t കിട്ടും, അല്ലെങ്കിൽ എസിനെ ട്വൈസ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ a of t is dv by dt is equal to, it is same as d square s by dt square. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ പിക്ചർ കിട്ടും.
എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് എവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. A rocket is propelled upwards and reaches a height of h of t is equal to 4.9 t square in t seconds. ഒരു റോക്കറ്റ് പ്രൊപ്പൾഷൻ അപ്വേർഡ്സ് നടന്നിരിക്കുകയാണ്. ഇറ്റ് റീച്ചസ് ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് h of t. അതിന്റെ ഫംഗ്ഷൻ 4.9 into t square ആയിട്ട് തന്നിട്ടുണ്ട്. How high does it reach in 35 seconds? അപ്പോൾ 35 സെക്കൻഡ്സ് കഴിഞ്ഞ് അത് എത്ര ഹൈറ്റിൽ റീച്ച് ആവുന്നുണ്ട് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ഓഫ് ദ റോക്കറ്റ് ഡ്യൂറിങ് ദിസ് 35 സെക്കൻഡ്സ്? ഈ 35 സെക്കൻഡ്സ് ടൈമിൽ അതിന്റെ ആവറേജ് വെലോസിറ്റി എന്താണ്? വാട്ട് ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദ റോക്കറ്റ് അറ്റ് ദ എൻഡ് ഓഫ് 35 സെക്കൻഡ്സ്? ആവറേജ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും അറ്റ് ദ എൻഡ് ഓഫ് 35 സെക്കൻഡ്സ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ t is equal to 35 സെക്കൻഡ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ്. The first of all solution നോക്കാം. The height of the rocket at 35 seconds എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് h of t തന്നിരിക്കുന്നത് 4.9 t square ആണ് അല്ലെ. അപ്പോൾ t is equal to 35 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് at 35 seconds ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 4.9 into 35 സ്ക്വയർ ചെയ്യാം. ദാറ്റ് ഈസ് 6002.5 meters ആണ് അപ്രോക്സിമേറ്റ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ അടുത്ത് ആവറേജ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ആവറേജ് വെലോസിറ്റി ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു വാല്യൂ, അതായത് ഹൈറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് 35 സെക്കൻഡ്സ്, അത് ഡിവൈഡഡ് ബൈ ഈ ഒരു ഇൻസ്റ്റന്റ് വാല്യൂ, അതായത് 35 സെക്കൻഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. മനസ്സിലായല്ലോ? t is equal to 35 സെക്കൻഡ്സിലെ ആവറേജ് വെലോസിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ h of t അല്ലെ. h of t ആണ്, അതായത് ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്, അതല്ലേ നമ്മുടെ പൊസിഷൻ ഓഫ് ഒബ്ജക്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ h of t at t is equal to 35 സെക്കൻഡ്സും പിന്നെ t is equal to 35 കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. അപ്പോൾ 6002.5 meter divided by 35 seconds, that is 171.5 meter per second ആണ് ആവറേജ് വെലോസിറ്റി at t is equal to 35 seconds. Last one, to find the instantaneous speed we need to find the derivative of h of t. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് അല്ലെ. അപ്പോൾ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, h of t തന്നിട്ടുണ്ട്, അതായത് ഹൈറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ബോഡിയാണ് അല്ലെ. അപ്പോൾ അതിനെ ആ ഒരു ഹൈറ്റ് ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് വാല്യൂ കിട്ടും. അപ്പോൾ h ഡാഷ് ഓഫ് t കാണും, അതായത് 4.9 into t സ്ക്വയർ, ഇതാണ് h of t. അപ്പോൾ h ഡാഷ് ഓഫ് t എന്ന് പറയുന്നത് എന്താ? 4.9 into 2 into t. മനസ്സിലായോ? 4.9 into 2 എന്ന് പറയുന്നത് 9.8 ആണ്, അപ്പോൾ into t. അപ്പോൾ 9.8 into t ആണ് h ഡാഷ് ഓഫ് t. ഇനി t is equal to 35 സെക്കൻഡ്സ് കൊടുക്കുക. അപ്പോൾ 343 meter per second ആണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് at അല്ലെങ്കിൽ ആഫ്റ്റർ ഇതേപോലെ 35 സെക്കൻഡ്സ്. Next question. A particle moves in the positive direction along a straight line so that after t nanoseconds its traversed distance is given by x of t is equal to 9.9 t cube nanometers. അപ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത് in the positive direction along a straight line so that after t nanoseconds കഴിഞ്ഞാൽ അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഒരു ഫംഗ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്. x of t is equal to 9.9 into t cube nanometers. Okay. What is the average velocity of the particle during the first 2 nanoseconds? Average velocity ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ആവറേജ് ഇതേപോലെ ഡിസ്റ്റൻസ്, അത് ട്രാവൽസ് ചെയ്ത ഡിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട്, x of t തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ആവറേജ് വെലോസിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. സെക്കൻഡ് വൺ, വാട്ട് ഇസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t is equal to 2 nanoseconds. t equal to 2 nanoseconds ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം, അതായത് പാർട്ടിക്കിൾ നമുക്ക് ആവറേജ് വെലോസിറ്റി കാണും അല്ലേ. അപ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് t സെക്കൻഡ്സിൽ നമുക്കറിയാം 9.9 t ക്യൂബ് നാനോമീറ്റർ ആണ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ t equal to 2 സെക്കൻഡ്സ് കൊടുക്കാം. ഓക്കെ, കാരണം നമ്മുടെ അടുത്ത് ഇതേപോലെ ആവറേജ് വെലോസിറ്റി at t equal to 2 അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ
9.9 ഇൻറ്റു ഇതേപോലെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ടിക്ക്. സോ 9.9 ഇൻറ്റു 2 ക്യൂബ് ദാറ്റ് ഇസ് 79.2 നാനോമീറ്റർ. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇൻ 2 സെക്കൻഡ്സ്. ഓക്കെ, ഇൻ 2 സെക്കൻഡ്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു 2 സെക്കൻഡ്സ് ഒന്ന് ജസ്റ്റ് ഇവിടെ നോട്ട് ചെയ്യാം കേട്ടോ. അതായത് 9.9 ഇൻറ്റു ടി ക്യൂബ് നാനോമീറ്റർ ആണ്, അത് ടി സെക്കൻഡ്സിൽ ട്രാവേഴ്സ് ചെയ്യുന്ന ഡിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ 2 സെക്കൻഡ്സിൽ എത്ര ട്രാവേഴ്സ്, അതായത് ആ ഒരു ആവറേജ് വെലോസിറ്റി ആണ് പറയുന്നത് 2 സെക്കൻഡ്സിൽ. അപ്പോൾ എന്തായിരിക്കും, നമുക്ക് 9.9 ഇൻറ്റു ടി ക്യൂബിൽ ടി ഈസ് ഈക്വൽ ടു 2 കൊടുക്കാം. അപ്പോൾ 9.9 ഇൻറ്റു 2 ക്യൂബ് കിട്ടും. ഇനി at t equal to 2 seconds ആണ്, അപ്പോൾ ഡിവൈഡഡ് ബൈ t is equal to 2 കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ 39.6 നാനോമീറ്റർ ബൈ സെക്കൻഡ്, അതായത് പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ആവറേജ് വെലോസിറ്റി. ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ആ ട്രാവേഴ്സ് ചെയ്ത ഡിസ്റ്റൻസ് ഇല്ലേ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആദ്യം കണ്ടുപിടിക്കണം ആ ഫംഗ്ഷൻ. മനസ്സിലായോ? എന്നിട്ട് t equal to 2 സെക്കൻഡിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. സോ എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, എക്സ് ഡാഷ് എക്സ് ഓഫ് ടീനെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ 9.9 ഇൻറ്റു ടി ക്യൂബ് അല്ലേ, സോ 9.9 ഇൻറ്റു 3t സ്ക്വയർ. അപ്പോൾ 9.9 ഇൻറ്റു 3 ആണ് 29.7 ഇൻറ്റു ടി സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ഇനി t ഈസ് ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് 118.8 നാനോമീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇതാണ് എക്സ് ഡാഷ് അറ്റ് ടി ഈക്വൽ ടു 2. ഇനി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കാണാം. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ ഇപ്പൊ നമുക്ക് കിട്ടിയത് തന്നെയല്ല ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം 118.8 നാനോമീറ്റർ പെർ സെക്കൻഡ്. നമ്മളിപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്സിലാണ് ട്രാവേഴ്സ് ചെയ്ത ഡിസ്റ്റൻസിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ വാല്യൂ കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ? ഒരു പെർട്ടിക്കുലർ ടൈമിലാണ് ഇവിടെ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടി വന്നത്. അപ്പോൾ എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട് അല്ലേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവേഴ്സ്ഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഓക്കെ, ഇപ്പോൾ എസ് ഡാഷ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ എസ് ഡാഷ് എന്ന് പറയുന്നത് വി ഓഫ് ടി തന്നെയല്ലേ, ആണല്ലോ. ഇനി at t equal to 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ് കിട്ടുക. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് എക്സ് ഓഫ് ടീനെ ഡെറിവേറ്റീവ് കണ്ടു, അതായത് എക്സ് ഡാഷ് ഓഫ് ടി. അങ്ങനെ എന്നിട്ട് at t equal to 2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. വെറുതെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഡിസ്റ്റൻസിന് വിത്ത് റെസ്പെക്ട് ടു ടൈം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഇൻസ്റ്റന്റേനിയസ് എന്ന് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്നതിനെ ഇതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഫംഗ്ഷനെ, ഡിസ്റ്റൻസിനെ, എന്നിട്ട് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് കിട്ടും. Next problem, the volume V is equal to 4 by 3 pi r cube of a spherical balloon changes with the radius. Okay, അപ്പോൾ ഒരു സ്ഫെറിക്കൽ ബലൂൺ അതിൻ്റെ വോളിയം 4 by 3 pi r cube, സ്ഫിയറിൻ്റെ വോളിയം 4 by 3 pi r cube ആണ് അല്ലേ, അത് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ചേഞ്ച് ആവുന്നുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് at what rate does the volume change with respect to radius. അപ്പോൾ നമുക്ക് dv by dr കണ്ടുപിടിക്കണം. When r is equal to, അപ്പോൾ at a particular instant, അതായത് r is equal to 2 തന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഈ എഫ് ടി ഫീറ്റ് ക്യൂബ് ബൈ ഫീറ്റ് തന്നിരിക്കുന്നത് അതെന്താ ഉദ്ദേശിക്കുന്നത്, ഇതേപോലെ വോളിയമിൻ്റെ യൂണിറ്റ് ഉണ്ടല്ലോ ഡിവൈഡഡ് ബൈ റേഡിയസിൻ്റെ യൂണിറ്റ്. മനസ്സിലായി? ആ റേറ്റ് ഓഫ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞില്ലേ, ഏത് ക്വാണ്ടിറ്റിയാണ് ന്യൂമറേറ്റർ അതിൻ്റെ യൂണിറ്റ് മുകളിൽ മെൻഷൻ ചെയ്യുക, ആൻഡ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അതിൻ്റെ യൂണിറ്റ്. Next one, by approximately how much does the volume increase when the radius changes from 2 to 2.2 feet. മനസ്സിലായല്ലോ? അത് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, അതായത് വോളിയം റേഡിയസ്, നമ്മുടെ റേഡിയസ് 2ൽ നിന്ന് 2.2ലേക്ക് ചേഞ്ച് ആകുമ്പോൾ വോളിയം എത്രത്തോളം ഇൻക്രീസ് ആവുന്നുണ്ട്, അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്നത് v is equal to 4 by 3 pi r cube ആണ്. അപ്പോൾ dv by dr അല്ലേ കണ്ടുപിടിക്കണ്ടേ, 4 by 3 into 3 pi r square. 3യും 3യും ക്യാൻസൽ ചെയ്താൽ pi r square into 4 pi r square കിട്ടും.
ഇനി at r equal to 2 വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ dv by dr at r equal to 2 കാണും. അപ്പോൾ ഇവിടെ r ന് പകരം 2 കൊടുക്കാം. മനസ്സിലായല്ലോ? 4 pi into 2 square. ഇത് 4 pi into 4 16 pi ആണ് കിട്ടുക. അപ്പോൾ അതിന്റെ വാല്യൂ 50.26 ഫീറ്റ് ക്യൂബ് ബൈ ഫീറ്റ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് നമുക്ക് dv by dr at r equal to 2 കിട്ടിയത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ നമുക്ക് അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ v when r changes from 2 to 2.2 ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം dv by dr നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 4 pi r square ആണ് അല്ലേ? ശ്രദ്ധിക്കുക, ഈ dr നെ RHS ൽ കൊണ്ടുപോകും. അപ്പോൾ 4 pi r square dr എന്തായി? dv ആയി. ഓക്കെ, ഇനി dr എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ചേഞ്ച് ഇൻ റേഡിയസ്, അതായത് 2 ൽ നിന്ന് 2.2ലേക്കാണ് പോകുന്നത് അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ വാല്യൂ എന്താ? 2.2 മൈനസ് 2 ദാറ്റ് ഇസ് 0.2 ഫീറ്റ്. മനസ്സിലായല്ലോ? ചേഞ്ച് ഇൻ റേഡിയസ് അതാണ് dr ലോ. dr എന്ന് പറയുന്നത് എന്താ? ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് ദ റേഡിയസ്. അപ്പോൾ 2.2 മൈനസ് 2 ഇതാണ് ഡിഫറൻസ് വാല്യൂ, ദാറ്റ് ഇസ് 0.2. അപ്പോൾ നമുക്ക് dr കിട്ടി. ഓക്കെ, ഇനി 4 pi r സ്ക്വയറിൽ r ന് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം, കാരണം നമ്മൾ ഈ ഒരു ഇൻസ്റ്റന്റിലാണ് കണ്ടുപിടിക്കണം. അപ്പോൾ 4 pi into 2 square into dr ന്റെ വാല്യൂ 0.2 കിട്ടി, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ അതാണ് dv. അപ്പോൾ dv എന്ന് പറയുന്നത് എന്താണ്? അപ്രോക്സിമേറ്റ് ചേഞ്ച് ഇൻ v when r changes from 2 to 2.2. അപ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ ആണ് റീഅറേഞ്ച് ചെയ്യേണ്ടത്, വേറെ ഒന്നുമില്ല. dv by dr നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ dr എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ റേഡിയസ് ആണ് അല്ലേ? അത് ഓൾറെഡി തന്നിട്ട് 2 ൽ നിന്ന് 2.2. അപ്പോൾ നമ്മൾ ആ ഡിഫറൻസ് വാല്യൂ ഹയർ മൈനസ് ലോവർ ചെയ്യാം. ഇനി dv എന്ന് പറയുന്നത് ഇതേപോലെ ചേഞ്ച് ഇൻ വോളിയം ആണ് അല്ലേ? വെൻ ദ റേഡിയസ് ചേഞ്ചസ് ഫ്രം 2 to 2.2. അപ്പോൾ dv is equal to കൺസേൺ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r ന് 2 കൊടുക്കുക, dr ന് 0.2 കൊടുക്കുക. അപ്പോൾ 10.05 ഫീറ്റ് ക്യൂബ് കിട്ടും. ക്ലിയർ ആയല്ലോ? dv ആണ്, അതുകൊണ്ട് ft ക്യൂബ്. Next question. At time t, the position of a body moving along the s-axis is s equal to t cube minus 60 square plus 90 meters. Find the body's acceleration each time the velocity is 0. Find the body's speed each time the acceleration is 0. Find the total distance traveled by the body from t equal to 0 to t equal to 2. So again, instantaneous rate of change in the just application കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബോഡി അതിൻ്റെ പൊസിഷൻ മൂവിങ് അലോങ് എസ് ആക്സിസ് തന്നിട്ടുണ്ട്, എസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 60 സ്ക്വയർ പ്ലസ് 90, ഇത്രയും മീറ്റേഴ്സ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ബോഡിയുടെ ആക്സിലറേഷൻ ഓരോ തവണയും കാണണം വെൻ വെലോസിറ്റി ഈസ് 0. വെലോസിറ്റി 0 ആകുമ്പോൾ ബോഡിയുടെ ആക്സിലറേഷൻ എന്താണ്? ഓക്കെ, പിന്നെ ബോഡി സ്പീഡ് വെൻ ആക്സിലറേഷൻ 0. ആക്സിലറേഷൻ 0 ആകുമ്പോൾ ബോഡിയുടെ സ്പീഡ് എന്താണ്? പിന്നെ അത് മാത്രമല്ല ടി ഈക്വൽ ടു 0 മുതൽ ടി ഈക്വൽ ടു 2 വരെ ബോഡി ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ്. ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കേസ് എടുക്കാം. എസ് ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 60 സ്ക്വയർ പ്ലസ് 90. അപ്പോൾ നമുക്ക് ഇതേപോലെ ബോഡീസ് ആക്സിലറേഷൻ കാണണമെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താ? എസ് ഡബിൾ ഡാഷ് ഓഫ് ടി ആണ് അല്ലേ? അതായത് ആദ്യം നമ്മൾ എസിനെ എസ് ഡാഷ് കാണും, അത് വി ഓഫ് ടി ആണ്. എന്നിട്ട് അതിനെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതാണ് എ ഓഫ് ടി. അപ്പോൾ ആദ്യം നമ്മൾ എസ് ഡാഷ് കണ്ടുപിടിക്കാം. ഓക്കെ, അതായത് വി ഓഫ് ടി കണ്ടുപിടിക്കാം. സോ ഓരോ ടേംസ്, അതായത് 3t സ്ക്വയർ, ടി ക്യൂബിൻ്റെ 3t സ്ക്വയർ, 60 സ്ക്വയറിൻ്റെ 12t, 90യുടെ 9. അപ്പോൾ 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 9. നെക്സ്റ്റ് ഇതിനെ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എസ് ഡബിൾ ഡാഷ് അതായത് എ ഓഫ് ടി കിട്ടും. അപ്പോൾ 60 മൈനസ് 12, അതായത് 9ൻ്റെ 0 ആയിപ്പോൾ 3t സ്ക്വയർ 60 ആണ്, 12യുടെ 12. അപ്പോൾ 60 മൈനസ് 12. നെക്സ്റ്റ് ഇതേപോലെ വി ഓഫ് ടി ഇസ് ഈക്വൽ ടു, അതായത് നമുക്ക് 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 9 ആണ് കിട്ടിയത്, വി ഓഫ് ടി അല്ലേ? അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റി 0 ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. വെലോസിറ്റി 0 ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ. അതുകൊണ്ട് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എടുക്കുക. വി ഓഫ് ടി ഇസ് ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 9. ഇനി ഇത് 0 ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു 0 കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ടിയുടെ വാല്യൂ കാണണം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ ഉണ്ട് 3, അത് ഔട്ട്സൈഡ് എഴുതി. ഓരോ ടേംസിലും 3 ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ 3 ഇൻറ്റു ടി സ്ക്വയർ മൈനസ് 40 പ്ലസ് 3. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ വാല്യൂ കണ്ടുപിടിക്കാം. അതായത് ടി സ്ക്വയർ മൈനസ് 40 പ്ലസ് 3 എന്ന് പറയുമ്പോൾ ഇവിടെ സം എന്ന് പറയുന്നത് -4ഉം പ്രോഡക്റ്റ് ഇതുപോലെ 3 ആയിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം -1ഉം -3. -1 ഇൻറ്റു -3 എന്താ? +3.
അപ്പോൾ അത് ഓക്കെ ആണ്. -1 -3 എന്താ -4. സോ അതും കറക്റ്റ് ആയിട്ട് കിട്ടി. ഇപ്പോൾ ഫാക്ടേഴ്സ് ആണ് -1 -3. ഇനി ഇത് ഈക്വൽ ടു 0 കൊടുക്കുക, കാരണം വെലോസിറ്റി 0 ആയിരിക്കുമ്പോൾ എയുടെ വാല്യൂ ആണ് ചോദിച്ചത്. അപ്പോൾ വെലോസിറ്റി നമ്മൾ 0ന് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ടിയുടെ വാല്യൂ എന്ത് കിട്ടും? ടി ഈസ് ഈക്വൽ ടു 1 കിട്ടും, ടി ഈസ് ഈക്വൽ ടു 3യും കിട്ടും. മനസ്സിലായല്ലോ? അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1ഉം ടി ഈക്വൽ ടു 3. ഓക്കെ, ഈ ടൈമിൽ മീൻസ് ഈ ടിയുടെ വാല്യൂസിലാണ് വെലോസിറ്റി 0. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ വെലോസിറ്റി 0 ആയിരിക്കുമ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ടി വാല്യൂസിലാണ് വെലോസിറ്റി 0 നമുക്ക് കിട്ടി. അപ്പോൾ കൺസേൺ ടി വാല്യൂസ് നമ്മൾ എ ഓഫ് ടിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എ ഓഫ് ടി എന്ന് പറയുന്നത് 60 - 12 ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 1, അത് ഫസ്റ്റ് കേസ് എടുക്കാം. അപ്പോൾ എ ഓഫ് 1 കണ്ടുപിടിക്കുക. 6 × 1 - 12, അതായത് -6 m/s. നെക്സ്റ്റ് വൺ ടി ഈക്വൽ ടു 3, എ ഓഫ് 3 കാണാം. 6 × 3 - 12, ദാറ്റ് ഇസ് 6 m/s. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആക്സലറേഷൻ്റെ വാല്യൂസ് ആണ് ഏതൊക്കെയാണ്? -6ഉം +6ഉം വെൻ വെലോസിറ്റി ഈസ് 0. ഇനി സെക്കൻഡ് കേസിൽ പറഞ്ഞിട്ടുള്ളത് ആക്സലറേഷൻ 0 ആയിരിക്കുമ്പോൾ, ഓക്കെ, ആക്സലറേഷൻ 0 ആയിരിക്കുമ്പോൾ നമുക്കറിയാം ഇതേപോലെ വാല്യൂ എന്താണ്, അതായത് ആക്സലറേഷൻ 60 - 12 ആണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 - 12ന് 0 കൊടുക്കുക. അതിൽ നിന്ന് ടിയുടെ വാല്യൂ കിട്ടുമല്ലോ, അതായത് 2 seconds. ജസ്റ്റ് 12നെ RHS കൊണ്ടുപോകുക, 6നെ RHS കൊണ്ടുപോകുക, അപ്പോൾ 12/6 വരും, 2 കിട്ടും വാല്യൂ. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് ഇതിൻ്റെ മോഡുലസ് വാല്യൂ. ഓക്കെ, അപ്പോൾ ആവറേജ് നമ്മൾ ആ മോഡുലസ് വാല്യൂ സ്പീഡ് ആ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതും എപ്പോഴാണ്? ആക്സിലറേഷൻ 0 ആയിരിക്കുമ്പോഴാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യം ആക്സിലറേഷൻ 0 ആയിരിക്കുമ്പോൾ ആ എക്സ്പ്രഷന് 0 കൊടുത്തിട്ട് കൺസേൺഡ് ടി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഓൾറെഡി വെലോസിറ്റി നമുക്കറിയാലോ, അതിൻ്റെ ആ സ്പീഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? മോഡുലസ് ഓഫ് വി ഓഫ് ടി എടുത്താൽ മതി. മനസ്സിലായോ? കാരണം നമ്മൾ സ്പീഡ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് നമ്മളൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, ഡയറക്ഷൻ കൺസേൺഡ് അല്ല. അപ്പോൾ അതിൻ്റെ മോഡുലസ് വാല്യൂ എടുക്കാം, മോഡുലസ് ഓഫ് വി ഓഫ് ടി. ഓക്കെ, ഇപ്പോൾ വി ഓഫ് ടി നമുക്കറിയാം 3t² - 12t + 9 ആണ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ t ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കണം? ഇപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ. ഓക്കെ, കാരണം ആക്സിലറേഷൻ 0 ആയിരിക്കുന്ന കേസിലെ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഓഫ് ടി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് 3 × 2² - 12 + 9, എന്ത് നെഗറ്റീവ് വാല്യൂ വന്നാലും പ്ലസ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ 3 m/s. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ 0 ആയിരിക്കുമ്പോൾ സ്പീഡ് 3 m/s ആണ് കിട്ടിയത്. ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോഡി ഫ്രം t = 0 to t = 2 ചോദിച്ചിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ. അപ്പോൾ എസ് ഓഫ് ടിയുടെ എക്സ്പ്രഷൻ എടുക്കാം. tq - 60² + 9t. ഇനി t = 0, 1, 2. ഇതിലെല്ലാം എസ് ഓഫ് ടി കണ്ടുപിടിക്കാം. അപ്പോൾ എസ് ഓഫ് 0, എസ് ഓഫ് 1, എസ് ഓഫ് 2 എന്ത് ചെയ്താൽ മതി? കൺസേൺഡ് എക്സ്പ്രഷനിൽ t = 0, t = 1, t = 2 കൊടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ tq - 60² + 9t 0, tക്ക് 0 കൊടുത്തപ്പോൾ എസ് ഓഫ് 0 0 കിട്ടി. ഇനി അതേപോലെ എസ് ഓഫ് 1 ഈ എക്സ്പ്രഷനിൽ tക്ക് 1 കൊടുക്കാം. t = 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ എന്താ കിട്ടുക? 4 കിട്ടും. ഓക്കെ, അതേപോലെ t = 2 കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ 2 കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് t = 0 to 2 ട്രാവേഴ്സ് ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മോഡുലസ് ഓഫ് ഡിഫറൻസ് ഓഫ് ദീസ് വാല്യൂസ് കാണാം. ഇപ്പോൾ നമ്മൾ 0, 1, 2 ഇൻ്റർവൽസ് അല്ല ഉള്ളത്. അപ്പോൾ ഈ 0 to 1 1 and 0 വാല്യൂസ് ജസ്റ്റ് അതിൻ്റെ മോഡുലസ് ഡിഫറൻസ് വാല്യൂ കൺസിഡർ ചെയ്യും. അപ്പോൾ മോഡുലസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡുലസ് ഓഫ് എസ് ഓഫ് 1 - എസ് ഓഫ് 0. അപ്പോൾ അത് ഓൾറെഡി നമ്മൾ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. മോഡുലസ് ഓഫ് എസ് ഓഫ് 1 അതായത് 4 - 0. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ്, പ്ലസ് എടുത്താൽ മതി. ഇപ്പോൾ 4. നെക്സ്റ്റ് വൺ മോഡുലസ് ഓഫ് എസ് ഓഫ് 2 - എസ് ഓഫ് 1 അതായത് 2 - 4 വരും. അത് -2 ആണ്, ബട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുക. സോ +2 മാത്രം എടുക്കാം. ക്ലിയർ ആയല്ലോ? ഇനി ഇത് രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്യാം.
മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽസ്ഡ് കിട്ടും. ദാറ്റ് ഈസ് 4 + 2 = 6 meters. Thank you.